ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ സ്മാർട്ടായിട്ട് സുൽഫത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറെയാണ്. അപ്പോൾ ടീച്ചറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം, നാട്ടിലുള്ള ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഗൾഫിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇന്റർവ്യൂ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങൾ, കംപ്ലീറ്റ് കാര്യങ്ങളാണ് സുൽഫത്ത് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ നാട്ടിലെ കാലിക്കറ്റിൽ നിന്ന് ഇന്റർവ്യൂ കൊടുത്ത് ഖത്തർ സ്കൂളിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരാൾ കൂടെയാണ് സുൽഫത്ത് ടീച്ചർ. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല, സുൽഫത്തിന്റെ അടുത്ത് തന്നെ കാര്യം നമുക്ക് കേൾക്കാം. സുൽഫത്ത്, ആ കരിയർ ജേണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് സുൽഫത്ത്, എവിടെയാണ് നാട്ടില്, പിന്നെ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് കേൾക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് സുൽഫത്ത്. ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. എൻ്റെ കരിയർ ജേണി ആസ് എ ടീച്ചർ ഞാൻ 12 ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ 2019 ഞാൻ CBSE സ്കൂളിലാണ് ഈ 12 ഇയേഴ്സും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം എന്ന്. നമ്മൾ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ട് ആഗ്രഹം. നമ്മൾക്ക് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ 2019 ഞാൻ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ വന്ന ഒരു ആഡാണ്, ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ്. അത് മാൻ പവർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിൽ ഞാൻ ഡയറക്റ്റ് നമ്മൾക്ക് പോയിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരുന്നു, ഓഫ്ലൈൻ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. ഇവിടെ കൊച്ചിയില് പനമ്പള്ളി നഗറില് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര്, അതായത് എല്ലാ സബ്ജക്ട്സിനും വേണ്ടിയിട്ട്, ഒരു പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്ട്സ്, LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, പിന്നെ അതുപോലെ തന്നെ ഓഫീസിലേക്കും അഡ്മിൻ പോസ്റ്റിലേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് ഇന്റർവ്യൂവിന് വന്നത്. ഞാനും അതിലൊരാളായിരുന്നു. ഒരു രാവിലെ 9:30 അവർ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ ഒരു 9 മണിയോടുകൂടി എത്തി. പക്ഷെ എന്റെ ഇന്റർവ്യൂ എനിക്ക് കിട്ടിയ ടൈം എന്ന് പറഞ്ഞാൽ, സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 6 o'clock ആയിരുന്നു, ഈവനിങ് 6 o'clock. ഞാനപ്പോ അത്രയും നേരം നമ്മൾ വളരെ പേഷ്യൻസോട് കൂടി, നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണല്ലോ, അപ്പൊ നമ്മൾ അത്രയും പേഷ്യൻസോട് കൂടി അത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് അവിടെ നിന്ന് ഒരു ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 10ഓളം ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് HODs, പ്രിൻസിപ്പൽസ്. അപ്പോൾ ആദ്യം അത് എന്റെ ഫസ്റ്റ് ഓഫ്ലൈൻ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ആ ഒരു കോൺഫറൻസ് റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ നമ്മളുടെ ഗസ്റ്റേഴ്സ് ആദ്യം നോക്കും. നമ്മൾ എത്ര കോൺഫിഡൻസോട് കൂടിയാണ്, നമ്മളുടെ ഡ്രസ്സിങ്, നമ്മൾ കോൺഫിഡന്റ് ആണോ, നമ്മൾ എങ്ങനെയാണ് കോൺഫറൻസ് റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്, ഇതൊക്കെ വളരെയധികം അവരൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗസ്റ്റേഴ്സ് വരെ അവർ നോട്ട് ചെയ്യും. അതിനുശേഷം ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നവര് ആദ്യം എല്ലാവരോടും ചോദിക്കുന്നത് പോലെ തന്നെ കോമൺ ആയിട്ട് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ എന്റെ സബ്ജക്റ്റ് പറഞ്ഞില്ല, ഞാനൊരു ഹിന്ദി അധ്യാപികയാണ്. അപ്പോൾ യൂഷ്വലി എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമെങ്കിൽ കൂടിയും എന്റെ ഇൻട്രൊഡക്ഷൻ ആവശ്യപ്പെട്ടത് ഹിന്ദിയിലായിരുന്നു. വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളം കോൺഫിഡൻസ് ആണ് ഒരു ടീച്ചറിന് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിൻ ആയിട്ട് കോൺഫിഡൻസ്. അപ്പോൾ എന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബോർഡ് മെമ്പേഴ്സിൽ ഓരോരുത്തരായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ്, പിന്നെ നമ്മളുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട, സബ്ജക്ട് നോളജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ LP ലെവലിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ LP ലെവലിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതോടൊപ്പം തന്നെ ഒരു ഡെമോ ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല, എന്ന് വെച്ചാൽ നമുക്ക് ഓൺ ദ സ്പോട്ട് പറയുകയാണ് അവര്. അത് കൂടുതലും ഹിന്ദി ആയത് കാരണം ഗ്രാമർ ആയിരുന്നു എനിക്ക് തന്നിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് പോകും, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അതവിടെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എനിക്ക് അവിടെ നിന്ന് അപ്പോൾ ഓഫർ ലെറ്റർ ഓൺ ദ സ്പോട്ട് അവിടുത്തെ ചെയർമാൻ എനിക്ക് കയ്യിലേക്ക് തന്നു. അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് കുറെ സാഹചര്യങ്ങളുടെ ഇത് കാരണം എനിക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. അതെന്റെ പേഴ്സണൽ റീസൺ ആണ്. അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ടും ഞാൻ വിട്ടില്ല. അത് കഴിഞ്ഞും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഫ്രണ്ട്സ് അയച്ചു തരുന്ന ആഡാണ്. ഒമാനില്, മസ്കറ്റില്, ഇതൊക്കെ ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്.
അതിലും ഈ പറഞ്ഞ പോലെ ഓരോ സ്കൂളിലെയും ഇന്റർവ്യൂ പാറ്റേൺസ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ എല്ലാ രീതിയിലും പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഒമാനിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഓൺലൈൻ ആയിരുന്നു. അവിടെ ഒരു ഹിന്ദി ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. 2019 ഒരു 10 ബോർഡ് മെമ്പേഴ്സിന്റെ മുന്നിൽ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ. ആ ഒമാനിലെ ഓൺലൈൻ ഇന്റർവ്യൂവിൽ എനിക്ക് ഒരു എച്ച് ഒ ഡിയോ ഒരു ഹിന്ദി അധ്യാപികയായിരുന്നു അവര്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡെമോ ഒന്നും എടുക്കേണ്ടി വന്നില്ല. ജസ്റ്റ് സബ്ജക്ട് നോളജ് ആണ് അവർ നമ്മുടെ ചെക്ക് ചെയ്തത്. പ്രൈമറി അധ്യാപികയായിരുന്ന ഞാൻ PG ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു എനിക്ക് പറ്റിയൊരു എന്റെ നെഗറ്റീവ് സൈഡ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഞാൻ സെലക്ടഡ് ആയി. സബ്ജക്ട് നോളജിന്റെ ആ ഒരു ഫസ്റ്റ് റൗണ്ട് ഞാൻ സെലക്ടഡ് ആയി. സെക്കൻഡ് റൗണ്ട് പ്രിൻസിപ്പൽ ആയിട്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ പ്രിൻസിപ്പൽ ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ച PG ലെവലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് സാർ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പ്രിപ്പയർഡ് ഒട്ടും ആവാത്തത് കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അപ്ലൈ ചെയ്തത് പ്രൈമറി സെക്ഷനിലേക്കാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഞാൻ PG ലെവലിലേക്ക് പോകണം ഒരു ഇത് എന്റെ മനസ്സിലുള്ളത് കാരണം ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. ആ ഒരു ചെറിയൊരു ഇതിലാണ് എന്റെ ആ ഒരു ജോബ് നഷ്ടമായത്. എങ്കിലും എന്റെ എക്സ്പീരിയൻസ് നമ്മൾ പലതും പഠിക്കും എന്ന് പറയുന്നത് ശരിയാ. നെക്സ്റ്റ് ടൈമും ഞാൻ അപ്പോ PG ലെവലിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ അതിനിടയിൽ ഞാൻ സ്കൂളുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. വർക്ക് ചെയ്യുന്ന കൂടെയാണ് ഞാൻ ഈ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ 2025 അതായത് ഇപ്പൊ നവംബറിൽ ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന ഒരാളാണ്. അത് എബ്രോഡ് ഉള്ള കുട്ടികൾക്ക്. അപ്പൊ ഒരു പാരന്റ് വഴിയാണ് ഞാൻ മെഡൂസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ നമ്മളൊരു ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്ന് നമ്മൾ ആരെ കണ്ടാലും നമ്മൾ അന്വേഷിക്കും. അത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ആരെ കണ്ടാലും ഇങ്ങനെ ഒരു ജോലി അബ്രോഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പല സ്ഥലത്തും ഇതുപോലെ ഒരുപാട് ഈ ഒരു കാലയളവിൽ ഞാൻ ഒരുപാട് ഞാൻ റെസ്യൂംസ് അയക്കാത്ത സ്കൂളുകളില്ല. ഓൾമോസ്റ്റ് ഗൾഫ് കൺട്രീസിൽ ഒരുപാട്. പക്ഷേ കൂടുതലും അവിടെ ഒന്നെങ്കിലും നമ്മൾ വോക്ക് ഇൻ ഇന്റർവ്യൂ ആയിരിക്കും. അവിടെ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല എന്റേത്. കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് പല ഇന്റർവ്യൂസിനും എനിക്ക് കോളുകൾ വന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു പാരന്റ് വഴി ഈ മെഡൂസ് പാർക്കിൽ ഒരു ഗ്രൂപ്പിൽ നിങ്ങളെ ഒരു നമ്പർ തരികയും ഞാൻ ആ ഗ്രൂപ്പിൽ ഒരു ഞാൻ നവംബർ 24 അതായത് 24 നവംബർ 2025 ഈ മെഡൂസ് പാർക്ക് ഓൺലൈൻ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ആവുന്നത്. ഇതില് മുനിറ മാമിന്റെ ഒരുപാട് സൂം ലിങ്കുകളൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ കൂടിയും ആഗ്രഹമുണ്ട് അതിൽ ജോയിൻ ചെയ്യണം, എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് എന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുമൂലം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ ഈ പാരന്റ് പറയുമായിരുന്നു, മുനിറ മാമിന്റെ ക്ലാസ് നല്ലതാണ്, അത് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ എബ്രോഡ് ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പൊ മാമും അത് ട്രൈ ചെയ്യുന്നതിനോട് പറയുമായിരുന്നു. പക്ഷെ എന്റെ ഒരു സാഹചര്യം കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഡിസംബർ ലാസ്റ്റോടേക്ക് ആയപ്പോഴാണ് തോന്നുന്നു എനിക്ക് മെഡൂസ് പാർക്കിന്റെ ഗ്രൂപ്പിൽ ഒരു ശനിയാഴ്ച ദിവസം ഒരു 3:30 ഞാൻ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ ഖത്തറിലെ ഒരു ലീഡിംഗ് സ്കൂളിലേക്ക് ഒരു ടീച്ചറെ വേണം, ഹിന്ദി ടീച്ചറെ വേണം എന്നുള്ളൊരു ആഡ് കാണുന്നത്. അത് ഞാൻ സാറ്റർഡേ ഈവനിങ് 3:30 കാണുന്നത്. പക്ഷെ അത് വോക്ക് ഇൻ ഇന്റർവ്യൂ ആണ്. അതിന്റെ ലൊക്കേഷൻ പറയുന്നത് കാലിക്കറ്റ് ആണ്. ഞാൻ താമസിക്കുന്നത് കൊച്ചിയില്. അപ്പൊ അതിൽ 2 days ഇന്റർവ്യൂ ആണ് അവർ കൊടുത്തിട്ടുള്ളത്, സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പം സാറ്റർഡേ ഈവനിങ് ആണ് ഞാനത് കാണുന്നത്. ഓൾമോസ്റ്റ് ആ ഇന്റർവ്യൂ ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും എനിക്ക് അതിയായ ആഗ്രഹമാണ്. ഞാൻ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്ന ഒരാളാണ്. ജോലിയോടൊപ്പം തന്നെ ഇങ്ങനെ റെസ്യൂമുകൾ അയച്ചും സെർച്ച് ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു സ്പോട്ടില് പെട്ടെന്ന് എടുത്തൊരു ക്വിക്ക് ഡിസിഷൻ ആയിരുന്നു. കൊച്ചിയിൽ നിന്നും കാലിക്കറ്റ് എത്തുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം, ലോങ് ജേർണി ആണ്. പക്ഷെ ഞാൻ ആ സാറ്റർഡേ ഈവനിങ് ഞാനൊരു ഡിസിഷൻ എടുത്തു, കാലിക്കറ്റ് പോകണം, കാരണം എന്റെ ആവശ്യമാണ് എന്ന്. ഞാൻ പെട്ടെന്ന് എടുത്ത ഡിസിഷന്റെ പുറത്ത് ഞാൻ രാവിലെ 4 മണിക്ക്, സൺഡേ ആണ് പിന്നെ ഇന്റർവ്യൂ ഉള്ളത്, 4 മണിക്ക് വെളുപ്പിനെ ഇറങ്ങി ഞാനൊരു 8:30 കൂടി അവിടെ എത്തി. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ജോലിക്ക് വേണ്ടി. എനിക്ക് സത്യം പറഞ്ഞ അതിശയാണ് തോന്നിയത്. എറണാകുളത്തുനിന്ന് ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ, ട്രിവാൻഡ്രം, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്. അപ്പൊ ജോബിന് വേണ്ടി ഇത്രത്തോളം ആളുകൾ ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ഞാൻ എടുത്ത എഫേർട്ട് ഒന്നും അല്ല. പലരും എന്നെക്കാളും നല്ല എഫേർട്ട് എടുത്ത് അവിടെ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ പോയത് എന്റെ ഹസ്ബൻഡിന്റെ കൂടെയാണ്. ഒറ്റയ്ക്ക് ട്രെയിനിലും പെട്ടെന്ന് കിട്ടിയ വണ്ടി കയറിയിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടുന്ന് ഒരു ഖത്തറിലെ ഒരു ലീഡിംഗ് സ്കൂളാണ്. ബോർഡ് മെമ്പേഴ്സ് 2 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് സബ്ജക്റ്റിന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സർ ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് അവിടെ ഉണ്ടായിരുന്നത് അഡ്മിൻ പോസ്റ്റിലേക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ കണ്ട് നമ്മള് ടെൻഷനായിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമ്മൾ അതിൽ കോൺഫിഡൻസ് ആയിരിക്കണം. നമ്മൾക്ക് സാധിക്കും, ഇത്രയും പേരുണ്ടല്ലോ, എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു മൈൻഡ് നമ്മളുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി, നമ്മളുടെ കോൺഫിഡൻസ് അവിടെ തീർന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും പോലെയും നമ്മള് ഹ്യൂമൻസ് ആണ്. എനിക്ക് കിട്ടിയില്ലല്ലോ, എന്താ എനിക്ക് മാത്രം കിട്ടാഞ്ഞത് എന്നൊക്കെ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ പിന്നീട് 2-3 പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് കിട്ടാതിരിക്കുമ്പോഴൊക്കെ ഇതൊന്നും അല്ല, ഇത് ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലും കിട്ടാതെ പോകുന്നത്, അല്ലെ? നമുക്ക് 1-2 ഇന്റർവ്യൂ അല്ലേ, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവണം. ഞാനപ്പോ അതിലൊന്നും തളർന്നില്ല കേട്ടോ. ഞാൻ വീണ്ടും ഇവിടുന്ന് കാലിക്കറ്റ് പോകാനുള്ള ഡിസിഷൻ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആള് സപ്പോർട്ടീവാണ്. ആളെന്നോട് ചോദിച്ചു ആദ്യം, ഓൾറെഡി സാറ്റർഡേ ആയി, ഓൾമോസ്റ്റ് സെലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകും, ഇനി പോണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് പോണം, എനിക്ക് അതൊരു വിഷയമല്ല. അങ്ങനെ ഞാൻ എടുത്ത ഒരു ഫൈനൽ ഡിസിഷന്റെ പുറത്തെത്തിയതാണ് അവിടെ. സത്യം പറഞ്ഞാല് അവിടെ ചെല്ലുമ്പോ ഇത്രയും ക്രൗഡൊക്കെ കാണുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, കണ്ടില്ലേ ഒരുപാട് ക്രൗഡ് ഉണ്ട്, ഇന്നലെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, എന്തായാലും ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വന്നു, അറ്റൻഡ് ചെയ്യും, പോകും, അത് എന്റെ ഡിസിഷനാണ്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു വളരെ കോൺഫിഡൻസ് ആയിട്ട്. അവിടെ വന്ന പലരുടെ അനുഭവത്തിൽ നിന്ന്, ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മളവിടെ സംസാരിക്കുമല്ലോ, ഓരോരുത്തരായിട്ട് പരിചയപ്പെടും. ഇന്റർവ്യൂ കഴിഞ്ഞ ആളുകൾ വന്ന് പറയും. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം ലാംഗ്വേജിന്റെ ഒരു ബിഗ് കൺസേൺ ആണ്. അതായത് അവിടെ വന്ന പലർക്കും ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, സബ്ജക്ട് നോളജ് ഉണ്ട്. അവരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ആണ്. എങ്ങനെ വന്നാലും നമ്മളൊരു CBSE സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ, എബ്രോഡ് ആണെങ്കിൽ അവര് നമ്മളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി മസ്റ്റ് ആണ്. അത് നമുക്ക് ഒരുപാട് നമ്മൾ ഭയങ്കര ഫ്ലുവന്റ് ആണ് അങ്ങനെ ആയിരിക്കില്ല എങ്കിൽ കൂടിയും നമ്മൾക്ക് എന്താണോ അറിയുന്നത് അത് കോൺഫിഡൻസോട് കൂടി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഞാനപ്പോ ഇത് കേട്ടപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, കാരണം നമ്മൾ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്കിത് കിട്ടും. നമ്മൾ അവിടെ ഡൗൺ ആവാൻ പാടില്ല. എനിക്ക് കിട്ടില്ല എന്നൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ തീർന്നു കേട്ടോടെ. ഞാനെല്ലാം കഴിഞ്ഞ് ഞാൻ കയറി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും, അതിനുള്ള ആൻസർ ഒക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നിയിരുന്നു. അവരെന്നോട് ചോദിച്ചു, ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നാട്ടിലാണ്. കുട്ടികളുണ്ടോ? ഞാൻ പറഞ്ഞു കുട്ടിയുണ്ട്. എത്രയിലാണ്? ഞാൻ LKG-യിലാണ്. അപ്പൊ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത്? കുട്ടീനെ നോക്കാൻ ആരുണ്ട്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിൽ മാത്രമല്ല, ഇതിനുള്ള മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ പല ഇന്റർവ്യൂവിലും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോൺഫിഡന്റോട് കൂടി പറയണം. അയ്യോ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് മുന്നിൽ നമ്മൾ പതറാൻ പാടില്ല. നമ്മൾക്ക് ഒരു എയിം ഉണ്ട്, നമുക്കൊരു ഗോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കോൺഫിഡന്റോട് കൂടി സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം, ടു ബി ഓണസ്റ്റ്, എനിക്ക് അറിയാമായിരുന്നു ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആവും എന്നുള്ളത്. ഇതുവരെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു കോൺഫിഡൻസ്. കാരണം എനിക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. കാരണം ഒരുപാട് പേര് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അവിടെ എനിക്കൊരു ചാൻസ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്നെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നു പോകും. പക്ഷെ പേഴ്സണലി, ടു ബി ഓണസ്റ്റ്, ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആവും ട്ടോ എന്ന് പറഞ്ഞു. ആണോ? ഞാൻ പറഞ്ഞു അതെ, മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. അങ്ങനെ നമുക്ക് ചിലപ്പോൾ തോന്നും, ചില സമയത്ത് പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് തോന്നാറില്ല. പക്ഷെ ഇതിൽ എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തു. അവരൊരു 4 days കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വന്നു, യു ആർ ഷോർട്ട് ലിസ്റ്റഡ് എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. അതിനുശേഷം രണ്ടാമത്തത് എന്നോട് ഒരു ഡെമോ വീഡിയോസ് അയച്ചു കൊടുക്കാനാണ് അവർ പറഞ്ഞത്, 2 minutes. കാരണം ആകെ അവിടുന്ന് വന്നത് ബോർഡ് മെമ്പേഴ്സ് മാത്രമാണ്. അവിടുത്തെ HODs-നും പ്രിൻസിപ്പലിനും അവിടുത്തെ ടീച്ചേഴ്സിനും ഇപ്പോ കറന്റ് അവിടെ സ്കൂളുകൾ നടക്കുന്ന കാരണം അവർക്ക് വരാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്
അതും ഹിന്ദിയിലായിരുന്നു കേട്ടോ. നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം ഒരു 2 മിനിറ്റിൽ കുറയാത്തൊരു വീഡിയോ എന്നോട് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞൊരു 3 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് അവിടുത്തെ HR അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞിട്ട് മെയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് എത്രത്തോളം, ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓരോ സ്കൂളിന്റെയും ഇന്റർവ്യൂസിന്റെ പാറ്റേൺസ് ഡിഫറെന്റ് ആണ്. ഇവിടെ എനിക്ക് വളരെ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ഡയറക്റ്റ് ഡെമോ ക്ലാസ് അല്ല എടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രിപ്പയർ ആയിരുന്നു. ഞാൻ വീട്ടിൽ വന്നു റിലാക്സ്ഡ് ആയി, ഞാൻ ഡെമോക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. 2-3 പ്രാവശ്യം ഡെമോ ഞാൻ ചെയ്ത് നോക്കി, എന്നിട്ടാണ് ഞാൻ ആ വീഡിയോ അയച്ചു കൊടുത്തത്. പക്ഷെ വേറെ സ്കൂളിലെ പാറ്റേൺ അങ്ങനെ ആയിരിക്കില്ല. നേരിട്ട് സ്പോട്ടിലായിരിക്കും ഒരു ടോപ്പിക് തരിക. അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന്റെ ഒരു നോളജ് നമുക്കുണ്ട്, അതെന്തായാലും നമുക്ക് ഉണ്ടാവും. അതിലുപരി നമുക്ക് വേണ്ടത് നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. B.Ed ചോദിക്കുന്നത്. ഉണ്ടായിരുന്നോ? B.Ed ഉണ്ടോ? അതെ, ഞാൻ B.Ed ക്വാളിഫൈഡ് ആണ്. അതുപോലെ PG മാസ്റ്റർ ഹിന്ദിയില് മാസ്റ്റർ. മാസ്റ്റർ ഡിഗ്രിയും ഡിഗ്രി. PGയും റെഗുലർ ആയിരുന്നോ? അത് ഞാൻ വ്യക്തമാക്കാം ഇവിടെ. ഞാൻ ഡിഗ്രി ചെയ്തത് BSc കെമിസ്ട്രിയിലാണ്. അതൊരു വ്യത്യാസമുണ്ട്. ഓക്കെ. പിന്നീട് ഞാൻ PG ഞാൻ എന്റെ B.Ed ഞാൻ ചെയ്തത് ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാര സഭയിലാണ്. അത് ഹിന്ദിക്ക് വേണ്ടി മാത്രമുള്ള. ഹിന്ദിയിൽ ചെയ്തു. B.Ed ഞാൻ ഹിന്ദിയിൽ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രൊഫസർ എന്നോട് പറഞ്ഞു PG ചെയ്യാൻ പറഞ്ഞു ഹിന്ദിയിൽ. വൈ കാണ്ട് യു ടേക്ക് PG എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രൊഫസർ പറഞ്ഞതിൽ അനുസരിച്ചിട്ടാണ് കാരണം എന്റെ മദർ ടങ് ഉറുദു ആയത് കാരണം എനിക്ക് ഹിന്ദിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ നാട്ടിലാണ്. നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ ജനിച്ചത് നോർത്ത് ഇന്ത്യയിലല്ല. എന്നാലും ഹിന്ദിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്റെ ഇതിലുണ്ട്. അതിന്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഈ ഹിന്ദി മദർ ടങ് ഉറുദു ആയത്? അതെന്റെ ഫാദർ ഉറുദു ഫാമിലിയാണ്. അപ്പോ ഓക്കെ. അത് അവര് അവരുടെ ആൻസസ്റ്റേഴ്സ് ഒക്കെ അവിടെ നിന്ന് വന്ന് ബിസിനസ്സുമായി വന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത്, പിന്നെ അവരുടെ ഒരു ജനറേഷൻ ആണെന്നാണ് പറയുന്നത്, കേട്ടുകേൾവിയാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദി അധ്യാപകർ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതലും നമ്മൾ എബ്രോഡിലേക്ക് ചെയ്യുമ്പോൾ നേറ്റീവ് സ്പീക്കേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഞാൻ നേരിട്ടിട്ടുള്ള ഒരു അനുഭവമാണ്. പക്ഷെ ചില സ്കൂളുകളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഈ ഖത്തർ, കുവൈറ്റ്, മസ്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത്രത്തോളം അവർ നോക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കോൺഫിഡൻസ് ആണ്, നമ്മൾ സംസാരിക്കുക, അത് നമ്മളെ ധൈര്യത്തോടെ ലാംഗ്വേജ്. നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ആ ഒരു എന്താ പറയാ പെർഫോമൻസും. പിന്നെ ഒരു കാര്യം, ഡെമോയുടെ ഹാർഡ് വർക്ക്. കാര്യം പറഞ്ഞല്ലോ. ഡെമോ പറഞ്ഞോളൂ. ഇപ്പൊ നമ്മുടെ വേറെ ടീച്ചേഴ്സ് ഇതുപോലെ നേരിട്ട് വിസയിൽ വന്നവർക്കൊക്കെ ഓൺ ടൈം ഡെമോ ആയിരുന്നു. കൊച്ചിയിലൊക്കെ വെച്ച് ഇന്റർവ്യൂ കൊടുത്തവരൊക്കെ ഉണ്ട്. അതെ. ഇപ്പൊ ഈ ഡെമോ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ 2 മിനിറ്റ്സ് ഡെമോ ആണല്ലോ പറഞ്ഞത്. നമ്മുടെ അതെ. ടീച്ചേഴ്സിന് മനസ്സിലാവുന്നതിന് വേണ്ടി അത് മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്തോ? എങ്ങനെയായിരുന്നു അത് ചെയ്തത്, ആ 2 മിനിറ്റ്സ് ഡെമോ? മൊബൈല് ഞാൻ ഇതിനു മുന്നേയും ചെയ്തിട്ടുള്ളത് മൊബൈൽ തന്നെയാണ്. ഞാൻ മൊബൈലിൽ വെച്ച് ട്യൂഷൻ റെക്കോർഡ് എടുക്കുന്നോണ്ട് അത് ചെയ്തിട്ടുണ്ട്. അറിയാം, എങ്ങനെയാന്നുള്ളത് അറിയാം. ഞാൻ ട്യൂഷൻ വർഷങ്ങളായിട്ട് ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ്, സോറി 1 മിനിറ്റ്. ഓക്കെ. അപ്പൊ അത് മൊബൈൽ വെച്ചിട്ടാണോ ലാപ്ടോപ്പ് വെച്ചോ മൊബൈൽ റെക്കോർഡ് വെച്ചിട്ട് ചെയ്ത് അങ്ങ് തന്നെയാണ്. കൊടുത്തു? അതെ. ഞാൻ ഇതിനു മുന്നേയും ചെയ്തിട്ടുള്ള ആ, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഡെമോ അയച്ചു കൊടുത്തിട്ടുണ്ട് പല സ്കൂളുകളിലേക്കും. അപ്പോ നമ്മൾക്ക്, അത് ഞാൻ പറഞ്ഞ, ഓരോ സ്കൂളിന്റെയും എങ്ങനെയാണ് ആ ഡിഫറെന്റ് ഡെമോ സെൻഡ് പാറ്റേൺ. ചെയ്തത്? അവർക്ക് അറിയേണ്ടി വരും. അതായത് നമ്മൾ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് എടുക്കാം. എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് ഇതിലാണ് കംഫർട്ട്, നമുക്ക് എത്രത്തോളം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ടോപ്പിക് എടുത്ത് വേണം നമ്മളവിടെ പ്രസന്റ് ചെയ്യാൻ. അപ്പോ ഓക്കെ, അത് കട്ട് ഷോട്ട് ചെയ്തു. ഞാൻ എടുത്തത് ഒരു ഗ്രാമർ ആണ്. അത് ഞാൻ എടുത്ത് സെൻഡ് ചെയ്തു. അത്രേ ഉള്ളൂ അല്ലെ? ഇനി എന്താ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ, പിന്നെ ലാംഗ്വേജ് ടീച്ചേഴ്സിനാകുമ്പോൾ ലാംഗ്വേജ് വേണം. പിന്നെ അപ്പൊ നമ്മുടെ സബ്ജക്ട് ടീച്ചേഴ്സിനൊക്കെ കിട്ടാൻ എളുപ്പമാണ്. നന്നായിട്ട് പെർഫോം ചെയ്ത് അവർക്ക് അതെ, കിട്ടാവുന്നതേ ഉള്ളൂ അതെ, അല്ലെ? ഇനി അതെ, ഒരു കാര്യം തീർച്ചയായും. കൂടെ, ഇവിടെ ഗൾഫിൽ കിട്ടിയപ്പോ അവര് സാലറി മാത്രമാണോ പറയുന്നത്, അതോ അക്കോമഡേഷന് മറ്റ് ഫെസിലിറ്റി അവര് പറയുന്നുണ്ടോ, അതോ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നോക്കണോ? ഇപ്പോ
എനിക്കിപ്പോ റീസെന്റ് ഞാൻ പറഞ്ഞില്ലേ 2 സ്കൂളുകളിൽ ഞാനിപ്പോ ചെയ്തിരുന്നു. ആദ്യം വന്ന ഒരു സ്കൂള് ഖത്തറിലെ തന്നെ, പേര് പറയുന്നില്ല. അവിടെ എനിക്ക് അവര് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും എനിക്ക് അവര് ഫ്രീ ആയിരുന്നു. നമ്മൾ ഫുഡ് മാത്രമാണ് നമ്മളുടെ ഒരു എക്സ്പെൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് റീസെന്റ് കിട്ടിയ ഒരു സ്കൂളിലാണെങ്കിലും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ്. ഫുഡിന്റെ ഒരു കാര്യം മാത്രമാണ് നമുക്കൊരു നോക്കേണ്ടി വരുന്നത്. മിക്കപ്പോഴും നമ്മൾ ഗൾഫിലൊക്കെ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് മിക്കവരും ഒരു കൺസേൺ ആയിട്ട് പറയുന്നത് അക്കോമഡേഷൻ ആണ്. ഇത്രയാണ് റെന്റ് കൊടുക്കേണ്ടത്. നമ്മുടെ സാലറിയുടെ ഒരു പകുതി കൂടി നമുക്കത് റെന്റിന് വേണ്ടി പോകും. അപ്പോ ഈ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, കൂടുതലും ദുബായിലുള്ള സ്കൂളുകൾ, ഒട്ടുമിക്ക സ്കൂളുകളും നമുക്ക് അവരുടെ വിസയിൽ നമ്മൾക്ക് അവിടെ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ നമ്മൾ സ്പൗസ് വിസയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ ജോലി കിട്ടാൻ ചാൻസസ് ഉള്ളത്. പക്ഷെ ഖത്തർ, മസ്കറ്റ്, ഒമാന്, റാസൽ ഖൈമ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവര് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്, കൂടുതലും ബെനിഫിറ്റ് ആയിട്ടുള്ളത് നമുക്ക് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് അത്രയും നമ്മുടെ ടീച്ചേഴ്സ് ദുബൈയിൽ പോയവരുണ്ട്, ഇപ്പൊ വിസ കിട്ടിയവര്, നാട്ടിൽ നിന്ന് വിസ കിട്ടി പോയവര്, ഇതാണ് കറക്റ്റ് ആണത്. അവർക്ക് അക്കോമഡേഷൻ ഇവർ കൊടുക്കുന്നില്ല. അവര് വിസ കൊടുത്തു, ഫ്രീ ആയിട്ട് വിസ കൊടുത്തു, ഇവര് ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് പോകുന്നു, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അവരെന്നെ സെറ്റാക്കുന്നു, പിന്നെ ജോബ്. അതുപോലെ ഫാമിലി വിസയിലുള്ളവർക്കാണ് പ്രിഫറൻസും കൊടുത്തത്. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊരു സാലറി, ഇപ്പൊ അവരൊരു സാലറി നമുക്ക് പറയുമല്ലോ. അപ്പോ ഈ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ആ സാലറിയുടെ എത്രത്തോളം നമുക്കറിയാം. അവിടെ ഒരു റെന്റ്, ഒരു റൂം കിട്ടാൻ നമുക്ക് എത്രയാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ കമ്പാരിറ്റീവ്ലി ദുബായ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഖത്തർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഖത്തർ നമുക്ക് അവർ അക്കോമഡേഷൻ തരുന്നത് തന്നെ വളരെ എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ആദ്യമായിട്ട് പോകുന്നവർക്ക്, തുടക്കക്കാർക്ക്, ഇപ്പൊ നമുക്ക് പരിചയക്കാരും ഇല്ല, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുകാർ തന്നെ നമുക്കൊരു അക്കോമഡേഷൻ തരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം അതാണ്. പരിചയമില്ല. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളൊക്കെ വന്ന് നിൽക്കുന്നവർക്ക്, അറിയുന്നവർക്ക് ഓക്കെയാണ് റെക്കമെൻഡേഷൻ ഒക്കെ നോക്കിയെടുക്കാം. ഇത് ആദ്യമായിട്ടൊരു കൺട്രിയിലേക്ക് പോകുമ്പോ എവിടെ നിൽക്കും, പോകുന്ന ആള് നമുക്കൊരു ഐഡിയ ഇല്ല. യെസ്, ട്രൂ. അപ്പൊ അങ്ങനെയുള്ളവരെ ഖത്തർ, സംബന്ധിച്ച് ഒമാനിലാണ് അക്കോമഡേഷൻ കൂടുതൽ കൊടുക്കുന്നത്. ദുബായ്, സൗദിയിൽ അതില്ല. ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അവർക്ക് ഒന്നുകൂടെ കൊടുക്കാം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, വിസ അവര് നമുക്ക് ഫ്രീ വിസയും ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടും ആണ്. ഫുഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഇനി ഇവിടുന്ന് പോകുമ്പോ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് സുൽഫത്ത് എടുക്കണം, അവര് തരും? ഞാൻ എടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതുവരെ ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതെ അതെ, ഞാനിപ്പോ വിസയുടെ പ്രോസസ്സിംഗ് നടക്കുന്നെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എനിക്കറിയില്ല. അതിനുശേഷം മാത്രമേ എനിക്ക് അവരോട് അതിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ, കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇത് ഖത്തറിന്ന് ഇപ്പൊ നമ്മുടെ വേറെ ടീച്ചർക്ക് കിട്ടിയിരിക്കണം, അവരെ നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ അറ്റസ്റ്റേഷൻ, ഏത് അറ്റസ്റ്റേഷനാ ചെയ്തിട്ടുള്ളത്? ഗൾഫിലേക്ക് നോക്കുമ്പോ പല രാജ്യങ്ങളാണല്ലോ, എന്ത് ചെയ്യും? അതെ അതെ മാം, ഞാനിപ്പോ പറയാൻ വന്നത് 2019 ഞാൻ പറഞ്ഞു എനിക്ക് ഖത്തറിൽ ഒരു ലീഡിംഗ് സ്കൂളിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ആ 2019 ഞാനപ്പോ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിനു ശേഷം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ. അപ്പൊ അത്രയും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ വിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. അതിനു മുന്നേ ഞാൻ സ്കൂളിൽ നിന്നും റിസൈൻ ചെയ്യേണ്ടി വന്നു. അത് എന്റെ ഏറ്റവും ലൈഫിൽ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അതില്. കാരണം അത് ഫസ്റ്റ് ആണ്, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ഒരു ഇന്റർവ്യൂ. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും എനിക്ക് അതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോ ആ സമയത്ത് ഞാൻ എന്റെ കോളേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, BEd ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാരസഭ ചെന്നൈയിലാണ്. യൂഷ്വലി നമ്മൾ ട്രാവൽ ഏജൻസി വഴി നമ്മൾ കൊടുക്കും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ. നോർക്ക് അറ്റസ്റ്റേഷനും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷനൊക്കെ നമ്മൾ ട്രാവൽ ഏജൻസിക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ എന്റെ സിസ്റ്റർ അവിടെ താമസിക്കുന്നത് കാരണം ഞാൻ ഡയറക്റ്റ് അവിടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. 2019 നടന്നത്. എനിക്ക് കൂടുതലായിട്ട് ഓർമ്മയില്ല. ഞാൻ അവിടെ ചെന്നിട്ടാണ് ഡയറക്റ്റ് ഞാൻ അവിടുത്തെ എക്സ്റ്റേണൽ മിനിസ്ട്രി അവിടെ കാര്യാലയത്തിൽ പോയി. അതിനുശേഷം ഞാൻ എല്ലാം ഞാൻ ഡയറക്റ്റ് ചെന്നിട്ടാണ് ഞാൻ അറ്റസ്റ്റേഷൻ നടത്തിയത്. ഇപ്പൊ എനിക്ക് വന്നൊരു ചെയ്തത് എംബസി അറ്റസ്റ്റേഷൻ അല്ല, അപ്പോസ്റ്റലാണ്. അതെ. ഇനി ഞാൻ ഖത്തർ എംബസിയുടെ അറ്റസ്റ്റേഷൻ ഞാൻ ചെയ്തിട്ടില്ല. അത് നമ്മൾ എവിടെയാണോ പോകുന്നത് ആ എംബസി ആണല്ലോ ആ സമയത്ത് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ അപ്പോസ്റ്റൽ എടുത്തു വെക്കുക.
അതെ, അതായത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ആ ഒരു എക്സ്റ്റേണൽ അക്കൗണ്ട്. അഫയേഴ്സിന്റെ അതെ തന്നെ. ഓക്കെ, ഗുഡ്. എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് കിട്ടിയേക്കുന്നത് ആ സെയിം രാജ്യമായത് കാരണം എനിക്ക് വീണ്ടും ചെയ്യേണ്ടി വന്നില്ല. ഓൾറെഡി വന്നില്ല. 2019 ഓൾമോസ്റ്റ് ഞാൻ കാരണം കംപ്ലീറ്റ് ഇതിലൊരു ചെയ്തു. വീഡിയോ എനിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഒന്നും കൂടെ ഇൻഫർമേഷൻ കൊടുത്ത് അവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഒരുപാട് താങ്ക്സ്, കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, സുൽഫത്തിൽ ഞാൻ കണ്ടൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഡിഗ്രി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ പഠിച്ചവരായിരിക്കും. പിന്നെ നമ്മൾ ഡെമോൺസ്ട്രേഷന് വിളിക്കുന്ന സമയത്ത് നമ്മൾ PG അല്ല PhD കഴിഞ്ഞാലും ഈ ബുക്ക് ഫുള്ളൊന്നും നമുക്ക് നമ്മുടെ തലയിൽ ഉണ്ടാവില്ല അല്ലെ. അത് കൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനൊന്നും പറ്റൂല. നമ്മൾ മെഷീനൊന്നും അല്ല അല്ലെ. ഇതിങ്ങനെ പരീക്ഷയ്ക്ക് പോകും പോലെ പറ്റില്ല. സോ അതിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അവർ ഓൺ ടൈമിനാണെങ്കിൽ ചെറിയൊരു ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുക. അതില്ലെങ്കിൽ ഇപ്പോൾ ശില്പത്ത് പറഞ്ഞ പോലെ നമ്മൾ ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിൽ ഡെമോൺസ്ട്രേഷന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൊക്കെ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത്, എത്ര അകത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും നല്ല കോൺഫിഡൻസ് അത് നിങ്ങൾക്ക് വേണം. നമ്മുടെ അപ്പിയറൻസും പെർഫോമൻസും അവർ നോക്കുന്നുണ്ട്. അതിലെല്ലാം കൂടി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മടിച്ചു നിന്ന് അവിടെ നിൽക്കും. സാറ്റർഡേ ആൻഡ് സൺഡേ വോക്ക് ഇൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് സാറ്റർഡേ ഈവനിങ് എറണാകുളത്തിൽ നിന്നും കണ്ടിട്ടുള്ള സുൽഫത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അതിപ്പോ തന്നെ സെലക്ഷൻ വന്നിട്ടുണ്ടാകും. ഇനിയിപ്പോ മോർണിംഗിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് വെറുതെ എന്തിനാണ് പോകുന്നത്, വലിയ കാര്യമില്ല എന്ന് വിചാരിക്കും. സുൽഫത്ത് അങ്ങനെയല്ല ചെയ്തത്. ആള് ഏർലി മോർണിംഗ് 4 o'clock ഇറങ്ങി കാലിക്കറ്റിന് പിടിച്ചു. അവിടെ പോയി ആ പെർഫോമൻസും കോൺഫിഡൻസും ഇതെല്ലാം ആളെന്താണ് സൂപ്പർ ആയിട്ട് അങ്ങ് കൊടുത്തു. സെലക്ഷൻ കിട്ടി. ഇതാണ് സുൽഫത്തിന്റെ ഒരു കാര്യത്തിൽ മനസ്സിലായത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുൽഫത്ത് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ വൺസ് അഗെയിൻ സുൽഫത്ത്, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു.